മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും മകൾ വീണ വിജയനെതിരെയും അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ നൽകിയ ഹർജി വിജിലൻസ് കോടതി തള്ളി. കോടതി നേരിട്ട് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മാത്യു കുഴൽനാടൻ കോടതിയെ സമീപിച്ചത്. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി നൽകിയ കുഴൽനാടന് പക്ഷേ മുഖ്യമന്ത്രിക്കെതിരായോ മകൾ വീണയ്ക്കെതിരായോ യാതൊരു തെളിവുകളും ഹാജരാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ പരാതിയിൽ കഴമ്പില്ലെന്നും അന്വേഷണം നടത്താനാവില്ലെന്നും വിജിലൻസ് കോടതി അറിയിച്ചു. ഇതോടെ കുഴൽനാടൻ വീണ്ടും നിലപാട് മാറ്റി. വിജിലൻസ് അന്വേഷണം വേണ്ട, പകരം കോടതി നേരിട്ട് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടു. പക്ഷേ അത് കേട്ട കോടതി പറഞ്ഞത്, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കൂ കുഴൽനാട എന്നാണ്. ഒടുവിൽ ഇന്ന് കോടതി കുഴൽനാടൻ്റെ പരാതി തൂക്കിയെടുത്ത് ചവറ്റുകൊട്ടയിലെറിഞ്ഞു. മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിക്കെതിരായോ മകൾ വീണ വിജയനെതിരായോ തെളിവില്ലെന്നും ആയതിനാൽ ഹർജി തള്ളുന്നുവെന്നുമാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി അറിയിച്ചത് കുഴൽനാടനെ. മാധ്യമങ്ങളും പ്രതിപക്ഷ പാർട്ടികളും ഉൾപ്പെടെ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും മാസപ്പടി വിവാദത്തിൽ ഒരു കരട് പോലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്ന് ഓർക്കണം. ഇത് അഴിമതി കറ പുരളാത്ത ഇടതുപക്ഷ സർക്കാരും സർക്കാരിനെ നയിക്കുന്ന പിണറായി വിജയനുമാണ്. മേൽക്കോടതികളെ സമീപിച്ചാലും മാസപ്പടി വിവാദത്തിൽ മാത്യു കുഴൽനാടൻ മനസ്സിൽ കുറിച്ചിട്ടിരിക്കുന്ന ഉത്തരം ലഭിക്കാൻ പോകുന്നില്ല. കാരണം മടിയിൽ കനമുള്ളവർക്കേ ഭയക്കേണ്ട ആവശ്യമേ ഉള്ളൂ. മാസപ്പടി വിവാദം വന്നതോടെ ആദ്യം ചാടിയിറങ്ങിയത് സതീശൻ, സുധാകരൻ, ചെന്നിത്തല തുടങ്ങിയ പ്രതിപക്ഷ സിംഹങ്ങളായിരുന്നു. എന്നാൽ വീണ വിജയനെ തൂക്കിലേറ്റാൻ രേഖകളും കൊണ്ട് നടന്നത് മറ്റാരുമല്ല, മാത്യു കുഴൽനാടനും. എക്സാലോജി കമ്പനി 1,72,00,000 വാങ്ങിയെന്നും അതിന് കൃത്യമായ ടാക്സ് അടച്ചിട്ടില്ലെന്നുമായിരുന്നു ആദ്യത്തെ ആരോപണം. അതിന് തെളിവ് നിരത്തിയാൽ പൊതുപ്രവർത്തനം തന്നെ അവസാനിപ്പിക്കാമെന്നും ചുരുങ്ങിയ പക്ഷം മാപ്പെങ്കിലും പറയുമെന്നും മാത്യു കുഴൽനാടൻ വീരവാദം മുഴക്കി. യഥാർത്ഥത്തിൽ എന്താണ് ഈ മാസപ്പടി വിവാദം? കമ്പനിയുടെ തടസ്സമില്ലാത്ത പ്രവർത്തനങ്ങൾക്കായി CMRL മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്ത, രാഷ്ട്രീയക്കാർ, ട്രേഡ് യൂണിയനുകൾ, മാധ്യമ സ്ഥാപനങ്ങൾ, പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർക്ക് കൈക്കൂലി നൽകിയെന്ന വാർത്ത കേരളത്തിൽ വലിയ പ്രചാരം നേടി. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ ഉൾപ്പെടെയുള്ളവർ നിയമവിരുദ്ധമായി തുക കൈപ്പറ്റിയെന്ന തരത്തിലാണ് വാർത്തകളെത്തിയത്. വീണ വിജയൻ്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് എന്ന കമ്പനിക്ക് CMRLന് സോഫ്റ്റ്വെയർ IT സേവനങ്ങൾ നൽകിയതിൻ്റെ പ്രതിഫലമായി 1,72,00,000 രൂപ നൽകി. എന്നാൽ ആദായനികുതി വകുപ്പിൻ്റെ പരിശോധനയിൽ വീണയുടെ കമ്പനി CMRLന് യാതൊരു സേവനങ്ങളും നൽകിയിരുന്നില്ല. കൈപ്പറ്റിയ തുക തികച്ചും നിയമവിരുദ്ധം എന്നായിരുന്നു പ്രചരിപ്പിച്ചത്. ഇതോടെ പ്രതിപക്ഷ പാർട്ടികൾ ചാടിയിറങ്ങി, കേട്ടപാടെ കേൾക്കാത്ത പാടെ. കാരണം എതിർവശത്ത് വീണ വിജയനാണല്ലോ. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ പിണറായി വിജയനെ അടിക്കാനുള്ള വടി കിട്ടിയെന്നും പറഞ്ഞാണ് എടുത്തു ചാടിയത്. ഒടുവിൽ കിട്ടിയതോ കോടതിയുടെ അടിയും. ആർക്ക്? മാത്യു കുഴൽനാടന്. ഇനിയെങ്കിലും കുഴൽനാട, നിങ്ങൾക്ക് നോക്കിയും കണ്ടുമൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഒരുപാട് വേദികളും ഒരുപാട് അവസരങ്ങളുമുണ്ട്. നോക്കിയും കണ്ടുമൊക്കെ ചെയ്യുക, വെറുതെ വഷളാകാതെ